അപ്രതീക്ഷിത വിജയം ചൂണ്ടിക്കാട്ടി രാജ്യത്തിന്റെ കിഴക്കും തെക്കുമുള്ള സംസ്ഥാനങ്ങളിൽ വരാനിരിക്കുന്ന നിർണായക തെരഞ്ഞെടുപ്പുകളിലും ചരിത്രം ആവർത്തിക്കുമെന്ന് പ്രവചിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും NDA വിജയിക്കുകയും അധികാരം നേടുകയും ചെയ്യുമെന്നാണ് ഗുജറാത്തിലെ മോർബിയിൽ BJPയുടെ പുതുതായി നിർമ്മിച്ച ജില്ലാ ആസ്ഥാനം ഉദ്ഘാടനം ചെയ്ത ശേഷം റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ അമിത് ഷാ പ്രഖ്യാപിച്ചത്. അതേസമയം വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യമാക്കി കോൺഗ്രസ് നുഴഞ്ഞുകയറ്റക്കാരെ പിന്തുണയ്ക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം രൂക്ഷമായി ആരോപിച്ചു. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടുകൾ പാർട്ടിയുടെ പതനത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും അമിത് ഷാ കൂട്ടിച്ചേർത്തു. ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുമ്പോൾ ഡൽഹിയിലെ രാഷ്ട്രീയ പണ്ഡിതർ പ്രവചിച്ചത് BJPയും NDAയും ഇത്തവണ വിജയിക്കില്ലെന്നും പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ പരാജയപ്പെടുമെന്നുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ബീഹാറിലെ ജനങ്ങൾ NDAയ്ക്ക് മുന്നിൽ 2 ഭൂരിപക്ഷം നൽകുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെയും നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. ഈ വിജയം ചൂണ്ടിക്കാട്ടിയാണ് അമിത് ഷാ ഇപ്പോൾ ബംഗാളിലും തമിഴ്നാടിനും വേണ്ടിയുള്ള പുതിയ പ്രവചനം നടത്തിയത്. ബീഹാർ തിരഞ്ഞെടുപ്പ് സമയത്ത് BJPയുടെ ബലഹീനത പ്രവചിച്ച എല്ലാ രാഷ്ട്രീയ പണ്ഡിതന്മാരോടും ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് BJPയും NDAയും പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും സർക്കാരുകൾ രൂപീകരിക്കുമെന്നാണ് അമിത് ഷാ ഉറപ്പിച്ചു പറഞ്ഞത്. മുമ്പ് ബീഹാർ തിരഞ്ഞെടുപ്പിൽ NDA 160-ലധികം സീറ്റ് നേടി വിജയിക്കുമെന്ന് ആദ്യം പ്രവചിച്ചതും അമിത് ഷാ തന്നെയായിരുന്നു. ഈ പ്രവചനം യാഥാർത്ഥ്യമായതിന്റെ ആത്മവിശ്വാസം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമായിരുന്നു. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടാണ് അമിത് ഷാ അതിരൂക്ഷമായി വിമർശിച്ച മറ്റൊരു വിഷയം. നുഴഞ്ഞുകയറ്റക്കാരെ രാജ്യത്ത് നിന്ന് പുറത്താക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉറച്ച ലക്ഷ്യത്തിൽ നിന്ന് ആർക്കും പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്നും ഇക്കാര്യത്തിൽ പാർട്ടി ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി കോൺഗ്രസ് നുഴഞ്ഞുകയറ്റക്കാരെ പിന്തുണയ്ക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് അമിത് ഷാ ആരോപിച്ചു. നുഴഞ്ഞുകയറ്റക്കാർക്ക് രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാൻ അവകാശമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ഇടപെടലാണ് അമിത് ഷാ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. ബീഹാർ തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സേവ് ഇൻഫിൽട്രേറ്റേഴ്സ് യാത്ര നടത്തി. ഇത് ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ പാർട്ടി നുഴഞ്ഞുകയറ്റക്കാരെ ഇന്ത്യയിൽ തുടരാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ആ കോൺഗ്രസിന്റെ പതനം നോക്കൂ എന്നും അമിത് ഷാ പറഞ്ഞു. ദേശീയ സുരക്ഷയെയും നിയമവ്യവസ്ഥയെയും മറികടന്ന് വോട്ട് നേടാൻ വേണ്ടി കോൺഗ്രസ് വർഗീയപരമായ ചേരിതിരിവുകൾ സൃഷ്ടിക്കുന്നു എന്ന വിമർശനം ദേശീയ തലത്തിൽ കൂടുതൽ ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുകയാണ്. ബീഹാറിലെ വിജയം പോലെ തന്നെ പശ്ചിമ ബംഗാളിലെയും തമിഴ്നാട്ടിലെയും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ BJPക്ക് നിർണായകമാണ്. മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രത്തിൽ BJP തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ കഴിയുമെന്നാണ് അമിത് ഷായുടെ പ്രതീക്ഷ. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ കോട്ടയായ തമിഴ്നാട്ടിൽ ഭരണത്തിൽ എത്തുക എന്നത് BJPക്ക് ഒരു വലിയ വെല്ലുവിളിയാണ്. നിലവിലെ സഖ്യകക്ഷികളെ ശക്തിപ്പെടുത്തിയും പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. മുന്നോട്ട് വരുന്ന ദിവസങ്ങളിൽ ഈ 2 സംസ്ഥാനങ്ങളിലും അമിത് ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രീകരിച്ച് ശക്തമായ പ്രചാരണ പരിപാടികൾ നടത്താനും സാധ്യതയുണ്ട്. ബീഹാറിലെ അപ്രതീക്ഷിത വിജയം നൽകിയ ആത്മവിശ്വാസം ഉപയോഗിച്ച് ദക്ഷിണേന്ത്യയിലും കിഴക്കൻ ഇന്ത്യയിലും തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കാനാണ് BJP ലക്ഷ്യമിടുന്നത്. ഈ പ്രവചനം വെറും രാഷ്ട്രീയ പ്രസ്താവനയായി ഒതുങ്ങുമോ അതോ ബീഹാറിലേതുപോലെ യാഥാർത്ഥ്യമാകുമോ എന്ന് വരും മാസങ്ങളിൽ കണ്ടറിയാം.